തൃശ്ശൂർ തൃശ്ശൂർ ജില്ല നിലവിൽ വന്നത് 1949 ജൂലൈ 1-നാണ്. പൂരത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്നു. തൃശ്ശൂരിൻ്റെ പഴയ പേര് തൃശ്ശിവ പേരൂർ എന്നാണ്. തൃശ്ശൂർ നഗരത്തിൻ്റെ ശില്പി ശക്തൻ തമ്പുരാനാണ്. വർഷം 1790. തൃശ്ശൂർ പൂരം ആരംഭിച്ചത് ശക്തൻ തമ്പുരാനാണ്. മേടമാസത്തിലാണ് തൃശ്ശൂർ പൂരം ഉണ്ടാവാറ്. വൃഷഭാദ്രിപുരം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് തൃശ്ശൂർ. വൃഷഭാദ്രിപുരം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് തൃശ്ശൂർ. പ്രമുഖ ശ്രീകൃഷ്ണ ക്ഷേത്രമായ ഗുരുവായൂർ സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് തൃശ്ശൂർ. അപ്പോൾ തൃശ്ശൂർ ജില്ല നിലവിൽ വന്നത് 1949 ജൂലൈ 1-നാണ്. പൂരത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്നു. തൃശ്ശൂരിൻ്റെ പഴയ പേര് തൃശ്ശിവ പേരൂർ എന്നാണ്. തൃശ്ശൂർ നഗരത്തിൻ്റെ ശില്പി ശക്തൻ തമ്പുരാനാണ്. വർഷം 1790. തൃശ്ശൂർ പൂരം ആരംഭിച്ചത് ശക്തൻ തമ്പുരാനാണ്. മേടമാസത്തിലാണത് ആരംഭിച്ചത്. വൃഷഭാദ്രിപുരം എന്നറിയപ്പെടുന്ന സ്ഥലം തൃശ്ശൂരാണ്. പ്രമുഖ ശ്രീകൃഷ്ണ ക്ഷേത്രമായ ഗുരുവായൂർ സ്ഥിതി ചെയ്യുന്ന ജില്ലയും തൃശ്ശൂരാണ്. ആദ്യ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ ഗുരുവായൂരാണ്. അയിത്താചാരണത്തിനെതിരെ നടന്ന ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. കടൽത്തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമെന്ന് അറിയപ്പെടുന്നു. സംഘകാലത്തെ ചേരന്മാരുടെ ആസ്ഥാനമാണ് തൃശ്ശൂരിലെ വാഞ്ചി. പ്രാചീന കാലത്തെ ഏറ്റവും പ്രസിദ്ധമായ തുറമുഖമാണ് മുസിരീസ്. അപ്പോൾ ആദ്യത്തെ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ ഗുരുവായൂരാണ്. അയിത്താചാരണത്തിനെതിരെ നടന്ന ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. കടൽത്തീരമില്ലാത്ത ഏക കോർപ്പറേഷനാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമെന്നറിയപ്പെടുന്നതും തൃശ്ശൂരാണ്. സംഘകാലത്തെ ചേരന്മാരുടെ ആസ്ഥാനമാണ് തൃശ്ശൂരിലെ വാഞ്ചി. പ്രാചീന കാലത്ത് ഏറ്റവും പ്രസിദ്ധമായ തുറമുഖമാണ് മുസിരീസ്. പ്രാചീന കാലത്ത് കൊടുങ്ങല്ലൂർ അറിയപ്പെട്ടിരുന്നത് മുസിരീസ്, മുരച്ചിപ്പട്ടണം, മഹോദയപുരം എന്നൊക്കെയാണ്. ആര്യഭടൻ്റെ ജന്മസ്ഥലം എന്ന് കരുതപ്പെടുന്ന അശ്മകം കൊടുങ്ങല്ലൂരാണ്. സെൻറ് തോമസ് കൊടുങ്ങല്ലൂരിലെ മല്യങ്കരയിലെത്തിയത് AD 52-ലാണ്. ഇന്ത്യയിലെ ആദ്യ ക്രിസ്ത്യൻ പള്ളി സ്ഥാപിച്ചത് കൊടുങ്ങല്ലൂരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയാണ് കൊടുങ്ങല്ലൂരിലെ ചേരമാൻ ജുമാ മസ്ജിദ്. സ്ഥാപിച്ചത് AD 620-ലാണ്. അപ്പോൾ പ്രാചീന കാലത്ത് കൊടുങ്ങല്ലൂർ അറിയപ്പെട്ടിരുന്നത് മുസിരീസ്, മുരച്ചിപ്പട്ടണം, മഹോദയപുരം എന്നൊക്കെയാണ്. ആര്യഭടൻ്റെ ജന്മസ്ഥലം എന്ന് കരുതപ്പെടുന്ന അശ്മകം കൊടുങ്ങല്ലൂരിലാണ്. സെൻറ് തോമസ് കൊടുങ്ങല്ലൂരിലെ മല്യങ്കരയിലെത്തിയത് AD 52-ലാണ്. ഇന്ത്യയിലെ ആദ്യ ക്രിസ്ത്യൻ പള്ളി സ്ഥാപിച്ചത് കൊടുങ്ങല്ലൂരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി കൊടുങ്ങല്ലൂരിലെ ചേരമാൻ ജുമാ മസ്ജിദാണ്. വർഷം AD 620. പ്രശസ്തമായ പുനർജനി നൂഴൽ ചടങ്ങ് നടക്കുന്ന ക്ഷേത്രമാണ് തിരുവില്ലാമല. ആദ്യ വ്യവഹാരരഹിത പഞ്ചായത്താണ് വരവൂർ. കേരളത്തിലെ ആദ്യത്തെ നിയമസാക്ഷരത നേടിയ വില്ലേജാണ് ഒല്ലൂക്കര. ജൂതക്കുന്ന് സ്ഥിതി ചെയ്യുന്നത് ചാവക്കാടാണ്. സാഹിത്യകാരന്മാരുടെ തീർത്ഥാടന കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഉണ്ണായി വാര്യർ സ്മാരകം ഇരിങ്ങാലക്കുടയാണ്. അപ്പോൾ പ്രശസ്തമായ പുനർജനി നൂഴൽ ചടങ്ങ് നടക്കുന്ന ക്ഷേത്രമാണ് തിരുവില്ലാമല. ആദ്യ വ്യവഹാരരഹിത പഞ്ചായത്താണ് വരവൂർ. കേരളത്തിലെ ആദ്യത്തെ നിയമസാക്ഷരത നേടിയ വില്ലേജാണ് ഒല്ലൂക്കര. ജൂതക്കുന്ന് സ്ഥിതി ചെയ്യുന്നത് ചാവക്കാടാണ്. സാഹിത്യകാരന്മാരുടെ തീർത്ഥാടന കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഉണ്ണായി വാര്യർ സ്മാരകം ഇരിങ്ങാലക്കുടയാണ്. ആദ്യ തൊഴിൽ രഹിത വിമുക്ത ഗ്രാമമാണ് തളിക്കുളം. ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യ ഫുഡ് പ്ലാസയാണ് തൃശ്ശൂർ. മൂരിയാട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് തൃശ്ശൂർ. കേരളത്തിലെ ഏക ഡയമണ്ട് ഫാക്ടറി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് പോന്നാർ. കശുവണ്ടി റിസർച്ച് സ്റ്റേഷൻ മാടക്കത്തറയാണ്. കേരളത്തിലെ രണ്ടാമത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ വൽകൃത പഞ്ചായത്താണ് തളിക്കുളം. അപ്പോൾ ആദ്യ തൊഴിൽ രഹിത വിമുക്ത ഗ്രാമമാണ് തളിക്കുളം. ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യത്തെ ഫുഡ് പ്ലാസയാണ് തൃശ്ശൂർ. മൂരിയാട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് തൃശ്ശൂർ. കേരളത്തിലെ ഏക ഡയമണ്ട് ഫാക്ടറി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് പോന്നാർ.
കശുവണ്ടി റിസർച്ച് സ്റ്റേഷൻ മാടക്കത്തറയാണ്. കേരളത്തിലെ രണ്ടാമത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ വൽകൃത പഞ്ചായത്താണ് തളിക്കുളം. പെരിങ്ങൽകുത്ത് വെള്ളച്ചാട്ടം ചാലക്കുടി പുഴയിലാണ്. പീച്ചി, വാഴാനി അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്നത് കേച്ചേരി പുഴയിലാണ്. പീച്ചി, വാഴാനി വന്യജീവി സങ്കേതങ്ങൾ തൃശ്ശൂർ ജില്ലയിലാണ്. ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ ക്രിസ്ത്യൻ ദേവാലയമായ പുത്തൻപള്ളി സ്ഥിതി ചെയ്യുന്ന ജില്ല. കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. അദ്ദേഹം ജനിച്ച ജില്ലയാണ് തൃശ്ശൂർ. അപ്പോൾ പെരിങ്ങൽകുത്ത് വെള്ളച്ചാട്ടം ചാലക്കുടി പുഴയിലാണ്. പീച്ചി, വാഴാനി അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്നത് കേച്ചേരി പുഴയിലാണ്. പീച്ചി, വാഴാനി വന്യജീവി സങ്കേതങ്ങൾ തൃശ്ശൂർ ജില്ലയിലാണ്. ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ ക്രിസ്ത്യൻ ദേവാലയമായ പുത്തൻപള്ളി സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശ്ശൂരാണ്. കേരള വ്യാസൻ എന്നറിയപ്പെടുന്ന കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ജനിച്ച ജില്ലയാണ് തൃശ്ശൂർ. കേരളത്തിലെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രിയായ ജോസഫ് മുണ്ടശ്ശേരിയുടെ ജന്മസ്ഥലമാണ് കണ്ടശ്ശാം കടവ്, തൃശ്ശൂർ. മുണ്ടശ്ശേരി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചെമ്പുകാവിലാണ്. ചെമ്പുകാവ്. ഗുരുവായൂർ ക്ഷേത്രം വക ആനകളെ സംരക്ഷിക്കുന്ന സ്ഥലമാണ് പുന്നത്തൂർ കോട്ട. തിരുവോണത്തോടനുബന്ധിച്ച് പുലിക്കളി അരങ്ങേറുന്നത് തൃശ്ശൂരാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രിയായ ജോസഫ് മുണ്ടശ്ശേരിയുടെ ജന്മസ്ഥലമാണ് തൃശ്ശൂരിലെ കണ്ടശ്ശാം കടവ്. മുണ്ടശ്ശേരി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചെമ്പുകാവാണ്. ഗുരുവായൂർ ക്ഷേത്രം വക ആനകളെ സംരക്ഷിക്കുന്ന സ്ഥലമാണ് പുന്നത്തൂർ കോട്ട. തിരുവോണത്തോടനുബന്ധിച്ച് പുലിക്കളി അരങ്ങേറുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ ആസ്ഥാനമായ സ്ഥാപനങ്ങൾ: കേരള സ്റ്റേറ്റ് പട്ടികജാതി വികസന കോർപ്പറേഷൻ, അത് തൃശ്ശൂരാണ്. കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ്. കേരള കലാമണ്ഡലം തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിലാണ്. വർഷം 1930. കേരള സാഹിത്യ അക്കാദമി സ്ഥിതി ചെയ്യുന്നു. കേരള സംഗീത നാടക അക്കാദമി, കേരള ലളിതകലാ അക്കാദമി, അതുപോലെ സ്കൂൾ ഓഫ് ഡ്രാമ, ഇതെല്ലാം തൃശ്ശൂർ ജില്ലയിലാണ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പീച്ചി, തൃശ്ശൂർ. കേരള കാർഷിക സർവകലാശാല തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തിയിലാണ്. സ്ഥാപിച്ചത് 1971. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, അതായത് കിലയുടെ ആസ്ഥാനം തൃശ്ശൂർ ജില്ലയിലെ മുളങ്കുന്നത്തുകാവാണ്. കേരള പോലീസ് അക്കാദമി രാമവർമ്മപുരത്താണ്. അപ്പോൾ കേരള സ്റ്റേറ്റ് പട്ടികജാതി വികസന കോർപ്പറേഷൻ, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ്, കേരള കലാമണ്ഡലം, അത് ചെറുതുരുത്തിയിലാണ്. തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിലാണ്. വർഷം 1930. കേരള സാഹിത്യ അക്കാദമി, കേരള സംഗീത നാടക അക്കാദമി, കേരള ലളിതകലാ അക്കാദമി, സ്കൂൾ ഓഫ് ഡ്രാമ, അതുപോലെ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തൃശ്ശൂർ ജില്ലയിലെ പീച്ചിയാണ്. കേരള കാർഷിക സർവകലാശാല തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തിയിലാണ്. വർഷം 1971. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, അതായത് കിലയുടെ ആസ്ഥാനം മുളങ്കുന്നത്തുകാവാണ്, അത് തൃശ്ശൂർ ജില്ലയിലാണ്. അതുപോലെ കേരള പോലീസ് അക്കാദമി തൃശ്ശൂർ ജില്ലയിലെ രാമവർമ്മപുരമാണ്. താങ്ക് യു.